എക്കാലയിൽ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കിടുക്കാച്ചി യാത്രയ്ക്ക് പോവുകയാണ്. പേരൂർക്കട എബനേസർ മാർത്തോമാ സഭയുടെ ആഭിമുഖ്യത്തിൽ 2023 മെയ് മാസം 25-ആം തീയതി പേരൂർക്കട വെസ്റ്റ് പ്രാർത്ഥന കൂട്ടം അഷ്ടമുടി കായലിൽ നടത്തിയ ഏകദിന വിനോദയാത്ര വികാരി റെവറന്റ് ബിനോയ് ജെ തോമസ്, സഹവികാരി റെവറന്റ് ജിജി വർഗീസ് എന്നിവർ നേതൃത്വം കൊടുത്ത യാത്രയുടെ പുറകിൽ പ്രവർത്തിച്ചത് മിസ്റ്റർ എം ഫിലിപ്പാണ്. ഒരു നല്ല സംഘാടകൻ, അതിൽ ഉപരി നല്ല ഒരു സുഹൃത്തും പരോപകാരിയും. പോകാനുള്ള ബസ് റെഡി. ആദ്യം വന്നവർ സൗകര്യപ്രദമായ സീറ്റ് കരസ്ഥമാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറി. തമാശകൾ കേട്ട് പലരും പൊട്ടിച്ചിരിക്കുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിരെയുള്ള ബോട്ട് ജെട്ടിയിൽ നമുക്കുള്ള ബോട്ട് റെഡിയായി കിടക്കുക. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. പനയാകൃതിയുള്ള ഈ വലിയ ജലാശയം വലിപ്പത്തിൽ 2-ാം സ്ഥാനമാണ്. വേമ്പനാട് കായലാണ് തൊട്ടുമുന്നിൽ. അഷ്ടമുടി എന്നതിന്റെ അർത്ഥം 8 ശാഖകൾ എന്നാണ്. അഷ്ടമുടിക്ക് വേറൊരു പേര് കൂടെയുണ്ട്. കേരളത്തിലെ ശുദ്ധജലതടാകങ്ങളിലേക്കുള്ള കവാടം, ദ ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നും ഈ കായലിനെ വിശേഷിപ്പിക്കുന്നു. കായൽപ്പരപ്പിനെ തഴുകിയെത്തുന്ന കാറ്റും കായലോളങ്ങളും കായൽക്കരയിലെ ജീവിതത്തുടിപ്പും നിരവധി കലാസാഹിത്യ പ്രതിഭകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടമായ പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. 1988 ജൂലൈ 8-ന് നടന്ന ഈ ദുരന്തത്തിൽ 107 പേരാണ് മരിച്ചത്. പെരുമണ്ണിനും പള്ളിയാംതുരുത്തിനും ഇടയിലുള്ള ഭാഗം. പെരുമൺ ദുരന്തം നടന്നത് ഇവിടെയാണ്. കല്ലടയാർ അഷ്ടമുടിയിൽ വന്നു പതിക്കുന്ന ഭാഗം. മൺറോ തുരുത്ത്, പട്ടം തുരുത്ത്, നീട്ടും തുരുത്ത് എന്നിവ ഇതിലാണ്. കായൽ തീരം വലിയ തെങ്ങുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞതാണ്. കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് ബോട്ട് സർവീസുകൾ ഉണ്ട്. ബോട്ടുകൾ പലതരത്തിലുള്ളതും വിവിധ സൗകര്യങ്ങൾ ഉള്ളതുമാണ്. ഏകദേശം 8 മണിക്കൂറാണ് യാത്രാസമയം. ഇത് അഷ്ടമുടി കായലിന്റെ ചുറ്റുമുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും. വഴിനീളെ ചീന വലകൾ കാണാം. രാത്രിയിലാണ് ഇത് ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത്. കാത്തിരിപ്പ് തുടരുകയാണ്. കായൽ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ഉല്ലാസയാത്ര ആരാണ് ആഗ്രഹിക്കാത്തത്? കുരീപ്പുഴ ചർച്ച്, കല്ലടയാർ, കാക്കത്തുരുത്ത്. 1988 ജൂലൈ 8-ാം തീയതി സംഭവിച്ച റെയിൽവേ ദുരന്തം നടന്ന പെരുമൺ റെയിൽവേ പാലം എന്നീ സ്ഥലങ്ങൾ അടുത്ത് കാണാൻ സാധിക്കും. കാവനാട്, പ്രാക്കുളം, അഷ്ടമുടി, പെരിങ്ങാനം, സാമ്പ്രാണിക്കോട് എന്നീ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. യാത്രയ്ക്കിടയിൽ സ്നാക്സ്, ലഞ്ച് എന്നിവ സെർവ് ചെയ്യുന്നതാണ്. 8 ചെറുദ്വീപുകൾ ചേരുന്ന സ്ഥലമാണ് മൺട്രോതുരുത്ത്. ഇവിടെയാണ് കല്ലടയാർ അഷ്ടമുടിയുമായി സംഗമിക്കുന്നത്. അഷ്ടമുടി കായൽ കടലുമായി കൂടിച്ചേരുന്നത് നീണ്ടകരയിലാണ്. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി അഷ്ടമുടി കായലിലാണ് 2011 ആദ്യമായി നടന്നത്. സീപ്ലെയിൻ സർവീസസ് കേരളത്തിൽ ആദ്യമായി ആരംഭിക്കാൻ ശ്രമിച്ചത് 2013 അഷ്ടമുടിക്കായലിലാണ്, പക്ഷേ പരാജയപ്പെട്ടു. ബോട്ട് യാത്രയ്ക്ക് റെഡിയായി എന്ന അറിയിപ്പ് കിട്ടി. എല്ലാവരും ബോട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി. അതിന്റെ അടുത്തേക്ക് പോകാൻ പതുക്കെ മൂവ് ചെയ്തു. ഓരോരുത്തരായി ബോട്ടിലേക്ക് പ്രവേശിച്ചു. സീറ്റുകൾ നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കായൽ കാഴ്ചകൾ കാണാൻ വലിയ ഗ്ലാസ് ജനലുകൾ ഉണ്ട്. പതിനൊന്നരയോടെ യാത്ര ആരംഭിച്ചു. സ്നാക്സ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങി. ബോട്ട് ജെട്ടിയിൽ നിന്നും അകന്നു. കാഴ്ചകൾ കാണാൻ എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിപ്പായി.
കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ അഭിരുചി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ഉച്ചഭക്ഷണത്തിനു ശേഷം എല്ലാവരും വീണ്ടും ഉഷാറായി. ഒരു ഫോട്ടോ സെക്ഷൻ നടത്തിയാൽ കൊള്ളാമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അതിൽ പ്രകാരം എല്ലാവരും ബോട്ടിന്റെ ഡാക്കിൽ എത്തി. എല്ലാവരും പൂർവാധികം സുന്ദരന്മാരും സുന്ദരിമാരും ആകാൻ ശ്രമിച്ചു. എല്ലാവരും നന്നായി പോസ്റ്റ് ചെയ്തു. അതെ അതെ
ചിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ മതി. അത് ക്യാമറക്കാരുടെ ഉത്തരവാദിത്വം വെച്ചോ. നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് അനുസരിച്ച് പെട്ടെന്ന് ഒരു സെക്കൻഡ്. ഓക്കെ, കൈമാറ്റിക്ക സാർ. ഓക്കെ, 3 കൈ 3, 2, 1, 0. ചെറുവള്ളങ്ങൾ, യാത്ര ബോട്ടുകൾ, വലിയ ഹൗസ് ബോട്ടുകൾ, ചീനവലകൾ, ദേവാലയങ്ങൾ, വലുതും ചെറുതുമായ റിസോർട്ടുകൾ, മീൻ കൊത്തിയെടുത്ത് പറക്കുന്ന കായൽ പക്ഷികൾ, കരയിലും വള്ളങ്ങളിലും ചൂണ്ടയിട്ടു വലയിട്ടു മീൻ പിടിക്കുന്നവർ യാത്രയിൽ ഉടനീളം കാണാം. ഇത് വിളക്കമ്മ ശില്പം. കൊല്ലത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് കൂടിയാണ്.